നമസ്കാരം. 1 PM ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ശ്രീനിവാസൻ ഇനി ചിരിയുടെ ഓർമ്മക്കൂട്ടിൽ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കാലത്തെ അതിജീവിക്കുന്ന ചിന്തയും ചിരിയും ബാക്കിയാക്കി ശ്രീനിവാസൻ ഇനി ഓർമ്മ. എറണാകുളം കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങ്. സാംസ്കാരിക മേഖലയെ സമ്പന്നമാക്കിയ അതുല്യ പ്രതിഭയ്ക്ക് കണ്ണീരോടെ കലാകേരളം വിട നൽകി. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ. സിനിമയിലും ജീവിതത്തിലും ചിന്തയുടെയും നർമ്മത്തിന്റെയും മറ്റൊരു ഭൂഗോളം തീർത്ത പ്രതിഭ ഇനി നിത്യമായ ഓർമ്മ. വൻ ജനാവലിയെ സാക്ഷിയാക്കി ഓർമ്മകളുടെ ലോകത്തേക്ക് ശ്രീനിവാസൻ യാത്രയായി. ജീവിത വഴിയിൽ എന്നും താങ്ങും തണലുമായിരുന്ന ഭാര്യ വിമല പ്രിയതമന് അന്ത്യയാത്രാമൊഴി നൽകിയത് ചുറ്റുമുള്ളവരുടെ കണ്ണുകളെ ഈറനണിയിച്ചു. നിറമിഴികളോടെ മക്കളായ വിനീതും ധ്യാനും കൊച്ചുമകനും. മുഷ്ടി ചുരുട്ടി ധ്യാനിന്റെ അന്ത്യാഭിവാദ്യം. വിനീതാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. സിനിമാ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ ഉൾപ്പെടെ ഇന്നും വസതിയായ പാലാഴിയിലേക്കെത്തിയത് ആയിരക്കണക്കിനു പേർ. ഇടത്തരക്കാരന്റെ വിഹ്വലതകൾ അവതരിപ്പിച്ച് സാധാരണക്കാരിൽ സാധാരണക്കാരനായി മടക്കം. വൈകാരിക നിമിഷങ്ങൾക്കാണ് ശ്രീനിവാസന്റെ കണ്ടനാട്ടെ വീട് സാക്ഷ്യം വഹിച്ചത്. പേനയും പേപ്പറും പൂക്കളും അർപ്പിച്ചാണ് സത്യൻ അന്തിക്കാട് പ്രിയ സുഹൃത്തിനെ യാത്രയാക്കിയത്. അന്ത്യസമ്മാനമായി ശ്രീനിവാസന് ഇതിലും മനോഹരമായി മറ്റെന്ത് നൽകാൻ? പേനയും വെള്ളപ്പേപ്പറും പൂക്കളും. ശ്രീനിവാസൻ ഉപയോഗിച്ച പേന കൊണ്ട് പ്രിയ സുഹൃത്ത് സത്യൻ അന്തിക്കാട് എഴുതിയ വരികൾ എന്നും എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ. മകൻ ധ്യാനിന്റെ ആവശ്യപ്രകാരമായിരുന്നു ഇത്. വേർപാട് താങ്ങാനാകാതെ വിങ്ങിപ്പൊട്ടി സന്തത സഹചാരിയായ ഡ്രൈവർ ഷിനോജും സുഹൃത്ത് മനു ഫിലിപ്പ് തുകലനും. ആ സൗഹൃദക്കൂട്ട് ഇനി ഹൃദയങ്ങളിലാണ്. പതിറ്റാണ്ടുകൾ പ്രചോദനമേകിയ കൂട്ടുകാരന് വിതുമ്പലോടെ വിട നൽകി സഹപ്രവർത്തകർ. കോമഡി സീൻ എഴുതാനാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്നാണ് അദ്ദേഹം പറയാറുള്ളത്. എന്നാൽ ഇമോഷണലായിട്ടുള്ള സീൻസ് അത് ഹൃദയം കൊണ്ട് അദ്ദേഹം എഴുതും, പെട്ടെന്ന് എഴുതും, അത് സീൻ റെഡിയാണ്. തെന്നിന്ത്യൻ താരം സൂര്യ രാവിലെ കണ്ടനാട്ടെ വസതിയിലെത്തി. ശ്രീനിവാസന്റെ സംഭാവനകൾ എന്നെന്നും ഓർമ്മിക്കപ്പെടുമെന്ന് സൂര്യ. அவரோட கான்ட்ரிபியூஷன், அவர் கற்றுக் கொடுத்தது, அவரோட எழுத்து, அவரோட சினிமாவில் அவர் கொடுத்த அத்தனை விஷயங்களும் எப்பவுமே நிரந்தரமா எல்லார் மனசுலையும் ஞாபகம் இருக்கும். പൃഥ്വിരാജ്, പാർത്ഥിപൻ, മുകേഷ്, ഇന്ദ്രൻ, പാർവതി തുടങ്ങിയവർ കഥയുടെ രാജകുമാരന് വിട ചൊല്ലി. ഒരിക്കലും നമ്മുടെ പല ഇൻഡസ്ട്രിയിലും നമ്മൾ കാണാറുണ്ട്, നമ്മുടെ ലെജൻസൊക്കെ വൺസ് ദേ ലീവ് അസ് അപ്പോഴാണ് നമ്മളവരെ ഓർക്കാറുള്ളത്. പക്ഷേ ശ്രീനിസാറിനെ നമ്മൾ എല്ലാ ദിവസവും ഇൻഡസ്ട്രിയിലുള്ളവർ മാത്രമല്ല, നമ്മളെല്ലാവരും തന്നെ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്.
സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. എല്ലാ മലയാളിക്കുമുള്ള ഫീലിംഗ് എന്ന് പറയുന്നത് കുടുംബത്തിൽ നിന്നൊരാൾ പോയതുപോലെയാണ്. ശരിക്കും ഏറ്റവും അടുത്തൊരാൾ പോയതുപോലെയാണ്. നമ്മളെ ഒത്തിരി ചിരിപ്പിക്കുകയും വേദനിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും കരയിപ്പിക്കുകയും ഒക്കെ ചെയ്ത അതുല്യനായ നടനാണ് ശ്രീനിവാസൻ. സിനിമയിൽ സാധാരണക്കാരന്റെ ജീവിതം പകർത്തി ജീവിതത്തിൽ അവരിൽ ഒരാളായിരുന്നു ശ്രീനിവാസൻ. അത് തെളിയിക്കുന്നതായിരുന്നു വൻ ജനാവലി നൽകിയ അന്ത്യയാത്രാമൊഴി. 24 കൊച്ചി. മറ്റ് റിപ്പോർട്ടുകളിലേക്ക്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാവിലെ 10-നായിരുന്നു ത്രിതല പഞ്ചായത്ത് നഗരസഭാംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത്. 11:30-യോടെ കോർപ്പറേഷനിലെ കൗൺസിലർമാരും സത്യപ്രതിജ്ഞ ചെയ്തു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ആർ ശ്രീലേഖ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വര നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വന്ദേ മാതരം. മേയർ നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ചയാണ്. ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള അധ്യക്ഷന്മാർ ആരെന്ന് ശനിയാഴ്ച അറിയാം. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അലക്സ്, വിവിധയിടങ്ങളിലെ കാഴ്ചകൾ, വിവരങ്ങൾ. അലക്സ്. രജിത്ത്, സംസ്ഥാനത്തെ ഏറ്റവും ശക്തിയേറിയ വാശിയേറിയ മത്സരം നടന്നത് അത് തിരുവനന്തപുരം കോർപ്പറേഷനിലാണെന്ന് നിസ്സംശയം പറയാം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 101 ഡിവിഷനുകളാണുള്ളത്. അതിൽ 100 ഡിവിഷനുകളിലേക്കാണ് മത്സരം നടന്നത്. അതിൽ കഴിഞ്ഞ തവണ 35 സീറ്റിൽ ഒതുങ്ങിയ BJP NDA കക്ഷി അതായത് ഏറ്റവും കൂടുതൽ സീറ്റോടുകൂടി ഒറ്റക്കക്ഷിയെ ഭരണം ഉറപ്പിച്ചിട്ടുണ്ട്. 50 സീറ്റാണ് BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ളത്. കഴിഞ്ഞ തവണത്തെ ഭരണമുന്നണിയായിരുന്ന LDF-നാകട്ടെ 29 സീറ്റിലേക്ക് അവർ ചുരുങ്ങുകയും ചെയ്തു. കോൺഗ്രസ് അവരുടെ നില മെച്ചപ്പെടുത്തി 10-ൽ നിന്ന് 19-ലേക്ക് UDF അവരുടെ സീറ്റ് നില മെച്ചപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് സത്യപ്രതിജ്ഞ നടക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ രാവിലെ 11:30 മണിക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. മുതിർന്ന അംഗം KR ക്ലീറ്റസ്, അദ്ദേഹം UDF കൗൺസിലറാണ്. നന്ദൻകോട് നിന്നുള്ള കൗൺസിലറാണ്. 73 വയസ്സുണ്ട്. അദ്ദേഹത്തിനാണ് ഏറ്റവും പ്രായം ചെന്ന കൗൺസിലർ. അദ്ദേഹത്തിന് ജില്ലാ കളക്ടർ അനുകുമാരി ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ഈ KR ക്ലീറ്റസ് മറ്റുള്ളവർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയാണ്. 81ാമത്തെ കൗൺസിലറാണ് ഇപ്പോൾ സത്യവാചകം ചൊല്ലി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇതിൽ LDF-ൽ നിന്ന് കഴക്കൂട്ടം കൗൺസിലർ പ്രശാന്താണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. BJP-യിൽ നിന്ന് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തതാകട്ടെ സൈനിക സ്കൂൾ വാർഡ് കൗൺസിലർ സുദേവൻ നായരാണ്. മുദ്രാവാക്യം വിളികളുമായി BJP പ്രവർത്തകർ ഒപ്പം LDF പ്രവർത്തകരും കൗൺസിൽ ഹാളിന് ചുറ്റും നിലയുറപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനം. ഇതിൽ BJP-യുടെ NDA-യുടെ മേയറായി പരിഗണിക്കുന്ന അല്ലെങ്കിൽ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന VV രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. R ശ്രീലേഖ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. കരമന അജിത്ത് സംസ്കൃതത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഒപ്പം UDF-ന്റെ കക്ഷി നേതാവെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന KS ശബരിനാഥൻ UDF-ന്റെ മേയർ സ്ഥാനാർത്ഥിയായിരുന്നു. KS ശബരിനാഥൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. LDF കൗൺസിലറും മുൻ ഡെപ്യൂട്ടി മേയറുമായ രാഖി രവികുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. തിരുമല അനിൽ, നമുക്കറിയാം തിരുമല വാർഡിൽ നേരത്തെ BJP-യുടെ പ്രതിനിധിയായിരുന്ന തിരുമല അനിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ വാർഡിൽ വീണ്ടും BJP പ്രതിനിധി തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടു. ദേവിമ അവിടെ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. അത്തരത്തിൽ LDF-ൽ നിന്ന് മേയർ കാൻഡിഡേറ്റായി പരിഗണിച്ചിരുന്ന RP ശിവജി, പുന്നയ്ക്കാമുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട RP ശിവജി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഇനി SP ദീപക് അടക്കമുള്ളവർ സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കുന്നു. മഞ്ജൂർ ബാബു അടക്കമുള്ളവർ സത്യപ്രതിജ്ഞ ചെയ്യാനുണ്ട്. 81ാമത്തെ കൗൺസിലറാണ് സത്യപ്രതിജ്ഞ. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുകയാണ്. മേയർ നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ചയാണ് നടക്കുക. ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള അധ്യക്ഷന്മാരാരാണെന്ന് ശനിയാഴ്ച അറിയാം. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പാലക്കാട് വാളയാറിൽ അതിഥി തൊഴിലാളിയെ ആൾക്കൂട്ടം തല്ലിക്കൊന്ന സംഭവത്തിൽ ഞെട്ടിപ്പിക്കുന്ന പ്രതികരണവുമായി പോലീസ് സർജൻ. രാംനാരായണിന്റെ ശരീരത്തിൽ അടിയേൽക്കാത്ത സ്ഥലങ്ങളില്ല എന്ന് ഡോക്ടർ TS ഹിതേഷ് ശങ്കർ പറഞ്ഞു. അതേസമയം മർദ്ദനത്തിൽ സ്ത്രീകൾക്കും പങ്കുണ്ട് എന്നാണ് നിഗമനം. മരണത്തിനിടയാക്കിയ സംഭവം അത് വളരെ ദാരുണമായ ഒരു സംഭവമായി പോയി. അത് വളരെ ബ്രൂട്ടലായ ഒരു മർഡറായി പോയി. ബോഡി മൊത്തം അടിച്ച പരിക്കുകളുണ്ടായിരുന്നു. പരിക്കില്ലാത്ത ഭാഗങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. അക്ഷരാർത്ഥത്തിൽ ഒരാളെ തച്ചു കൊന്നു. ഈ അടി ഒരാളെ ശരീരത്തിൽ ഇത്രയധികം മർദ്ദനമേൽക്കുമ്പോൾ രക്തസ്രാവം ഉണ്ടാവും. അതുതന്നെയാണ് മരണകാരണം.
മണിക്കൂറുകൾ നീണ്ട ക്രൂരതയ്ക്കൊടുവിലാണ് രാംനാരായൺ മരണത്തിനു കീഴടങ്ങിയത്. അത് സാക്ഷ്യപ്പെടുത്തുകയാണ് പോലീസ് സർജൻ ഡോക്ടർ TS ഹിതേഷ് ശങ്കർ. വാരിയെല്ലുകൾ തകർന്നു, തലച്ചോറിനും പരുക്ക്, ശരീരത്തിൽ അടിയേൽക്കാത്ത ഒരിടവും ബാക്കിയില്ല. ബംഗ്ലാദേശി എന്ന് പറഞ്ഞാണ് ആൾക്കൂട്ടം രാംനാരായണനെ അതിക്രൂരമായി മർദ്ദിച്ചത്. ബുധനാഴ്ചയായിരുന്നു കൊടും ക്രൂരത. അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും പുറത്തുവരുന്നത് നടുക്കുന്ന വിവരങ്ങൾ. 15 പേർ ചേർന്ന് 2 മണിക്കൂർ രാംനാരായണനെ പൊതിരെ തല്ലി. അതിൽ 5 സ്ത്രീകൾ. അവശനായി കിടന്നപ്പോഴും മർദ്ദനം തുടർന്നു. നിലവിൽ 5 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂടുതൽ പേർക്കെതിരെ വരും ദിവസങ്ങളിൽ നടപടിയുണ്ടാകും. പ്രതികളിൽ പലരും ഒളിവിൽ പോയെന്നാണ് വിവരം. നിലവിൽ അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് ഇക്കാര്യങ്ങൾ പരിശോധിക്കും. DYSP ഗോപകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും അന്വേഷിക്കുക. 24 പാലക്കാട്. ശബരിമല വിമാനത്താവളത്തിനായി സ്ഥലമേറ്റെടുക്കാൻ സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കി. 2570 ഏക്കർ ഭൂമി ഏറ്റെടുക്കാനുള്ള ഉത്തരവാണ് റദ്ദ് ചെയ്തത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എന്താണ് കോടതി ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത്? ഇത്രയും സ്ഥലം എന്തിനാണ്, അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ ആവശ്യകത എന്താണെന്ന് ശാസ്ത്രീയമായി ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിയുന്നില്ല എന്ന് കോടതി നിരീക്ഷിക്കുന്നതായി മനസ്സിലാക്കുന്നു. വിവരങ്ങൾ, വിശദാംശങ്ങൾ വിഷ്ണു. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 2570 ഏക്കർ ഭൂമിയാണ് ഈ ശബരിമല വിമാനത്താവളത്തിന് വേണ്ടി ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ട സംസ്ഥാന സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. പക്ഷേ കോടതി നിരീക്ഷിക്കുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് വലിയ വിമാനങ്ങൾ ഇറങ്ങുന്ന വിമാനത്താവളങ്ങൾക്ക് പോലും 1200 ഏക്കർ മതിയാകും ഭൂമി, അത്രയും ഭൂമി മതിയാകും. പിന്നീട് ഇവിടെ എന്തിനാണ് ഇത്രയേറെ ഭൂമി എന്ന് കോടതി ചോദിച്ചു. ഭാവി വികസനം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ അധിക ഭൂമി ഏറ്റെടുക്കുന്നതെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞെങ്കിലും അതെന്തെല്ലാമാണ് ആ ഭാവി വികസനം എന്ന റിപ്പോർട്ടിൽ രേഖപ്പെടുത്താൻ സംസ്ഥാന സർക്കാരിനായിട്ടില്ല. സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് റിപ്പോർട്ട്, അതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കോടതിയുടെ നിരീക്ഷണം. അതോടൊപ്പം തന്നെ ഈ സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് പുതിയതായി അത് നിർണ്ണയിക്കുന്നതിന് വേണ്ടി പുതിയതായി അത് നിർണ്ണയിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. TK. ശരി, വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. ഭാവി വികസനം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്രയും ഭൂമി, 2570 ഏക്കർ ഭൂമി ആവശ്യമായി വരുന്നത് എന്നതാണ് സർക്കാർ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ അതെന്താണ് എന്നത് കൃത്യമായി ശാസ്ത്രീയമായി കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത പശ്ചാത്തലത്തിലാണ് സർക്കാരിന് തിരിച്ചടി ഉണ്ടാവുന്ന ഒരു തീരുമാനം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുടെയും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെയും പങ്ക് വിവരിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡ് റിപ്പോർട്ട്. ഇരുവരിൽ നിന്നും സ്വർണം കണ്ടെടുത്തെന്നും കുറ്റം മറയ്ക്കുന്നതിലും ഇവർക്ക് പങ്കുണ്ട് എന്നുമാണ് റിമാൻഡ് റിപ്പോർട്ട്. അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ KP ശങ്കരദാസ്, N വിജയകുമാർ എന്നിവരെ കേസിൽ ഉടൻ ചോദ്യം ചെയ്യും. അറസ്റ്റിലായ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിയിലെ റൊദ്ദം ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവർക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയിലും കൃത്യം മറയ്ക്കുന്നതിലും പങ്കുണ്ടെന്നാണ് SIT കണ്ടെത്തൽ. 2 പേരിൽ നിന്നും സ്വർണം കണ്ടെത്തിയിട്ടുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും വേർതിരിച്ചെടുത്ത സ്വർണത്തിൽ 150 ഗ്രാം പണിക്കൂലിയായി വാങ്ങിയെന്നാണ് വിലയിരുത്തൽ. ഗോവർദ്ധന്റെ ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ നിന്നും 470 ഗ്രാം സ്വർണവും കണ്ടെത്തി. സ്വർണം കയ്യിൽ കിട്ടിയപ്പോൾ കുറ്റബോധം തോന്നിയെന്നും പരിഹാരമായി ശബരിമലയിൽ സ്പോൺസർഷിപ്പിലൂടെ അന്നദാനത്തിനും മാളികപ്പുറത്ത് മാല വാങ്ങാനുമായി 20 ലക്ഷം രൂപ നൽകിയാൽ മതിയെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതായി ഗോവർദ്ധൻ മൊഴി നൽകിയിട്ടുണ്ട്. പണം നൽകിയതിന്റെ തെളിവുകളും ഗോവർദ്ധൻ SITക്ക് നൽകി. സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ഗോവർദ്ധന്റെ കൈവശമെത്തിച്ച കൽപേഷിനെ വീണ്ടും ചോദ്യം ചെയ്യും. കൊള്ളയടിച്ച സ്വർണം ആർക്കൊക്കെ കൈമാറിയെന്നതിൽ വ്യക്തതയുണ്ടാക്കാൻ ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യാനും നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ഇവർക്ക് ദേവസ്വം ജീവനക്കാരുമായുള്ള ബന്ധത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തും. ഉന്നതരുടെ പങ്കിനെക്കുറിച്ച് SIT അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ ശങ്കർദാസ്, വിജയകുമാർ എന്നിവരെ ഉടൻ ചോദ്യം ചെയ്യും. 24 തിരുവനന്തപുരം. ലോക കേരള സഭയുടെ 5ാം പതിപ്പ് ജനുവരി 29 മുതൽ 29 നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് ഉദ്ഘാടനം. 30, 31 തീയതികളിൽ നിയമസഭാ മന്ദിരത്തിൽ സമ്മേളനം നടക്കും. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷഫീദ്, വിവരങ്ങൾ. രജിത്ത്, വീണ്ടും സംസ്ഥാനത്തിന് ലോക കേരള സഭ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ സംസ്ഥാനം നട്ടം തിരിയുന്നു എന്നൊക്കെയുള്ള പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. ജനുവരി 29, 30, 31 തീയതികളിലായിട്ടാണ് തിരുവനന്തപുരത്ത് ഈ സമ്മേളനം, ഈ ലോക കേരള സഭ
സമ്മേളനം നടക്കുക. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ അവസാനത്തെ ലോക കേരള സഭ എന്ന പ്രത്യേകത കൂടി ഈ സമ്മേളനത്തിനുണ്ട്. ഈ സംസ്ഥാനത്തിന്റെ ബജറ്റ് സമ്മേളനം നടക്കുന്നതിനിടയിൽ സഭയ്ക്ക് അവധി നൽകിക്കൊണ്ടാണ് ഇത്തവണ ലോക കേരള സഭയ്ക്കായി നിയമസഭാ മന്ദിരം വിട്ടു നൽകുന്നത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ ഏതാണ്ട് 10 കോടി രൂപയോളം ചെലവുണ്ടാകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുണ്ട്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക ഞെരുക്കം നേരിടുമ്പോൾ ഇത്രയും വലിയ തുക എന്തിന് ചിലവാക്കണമെന്നുള്ള വിമർശനം അത് പ്രതിപക്ഷത്തിനുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനുവരി 29 നിശാഗന്ധി നടക്കുന്ന ചടങ്ങോടെയാകും ഉദ്ഘാടനം. 30-31 തീയതികളിൽ നിയമസഭയിലെ ശങ്കരനാരായൺ തമ്പി ഹാളിൽ പ്രതിനിധി സമ്മേളനങ്ങൾ നടക്കും. മുൻപ് ഈ ലോക കേരള സഭയുടെ നടത്തിപ്പടക്കമുള്ള കാര്യങ്ങളിൽ പലതവണ വിവാദത്തിൽപ്പെട്ടിട്ടുണ്ട്. ഈ സർക്കാരിന്റെ കാലാവധി അവസാനിക്കാനിരിക്കെ ഈ പ്രവാസി ക്ഷേമവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഉറ്റുനോക്കുന്നത്. റീജിത്ത്. ശരി, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വയനാട് പുൽപ്പള്ളിക്ക് സമീപം കടുവ ആക്രമിച്ചു കൊന്ന കൂമന്മാരന്റെ പോസ്റ്റ്മോർട്ടം തുടങ്ങി. ADM-മായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് പ്രതിഷേധം അവസാനിപ്പിക്കാൻ കുടുംബം തയ്യാറായത്. നരഭോജി കടുവയെ പിടികൂടാൻ നടപടി തുടങ്ങിയെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. പട്ടിയാണത്? പട്ടിയാണെങ്കിൽ നാട്ടുകാരെ കൂടി ചെല്ലും ചെയ്യത്തില്ലേ? ഞങ്ങളുടെ സ്വന്തം വെളിച്ചത്തിലാണ് ഇവരിങ്ങനെ കാണിക്കുന്നത്. കളിച്ചിട്ട് വേറെ ഇങ്ങോട്ട് വരട്ടെ. കുടുംബാംഗങ്ങളെ കണക്കിലെടുക്കാതെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി കലക്ടർ സ്ഥലത്തെത്തിയില്ല തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു കുടുംബത്തിന്റെ പ്രതിഷേധം. ഞങ്ങൾക്കിപ്പോൾ ഒരു ജീവൻ പോയിട്ട് ഇവരിങ്ങനെ കാണിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു ജീവന് പട്ടിയുടെ വില പോലും നൽകണ്ടല്ലോ ഇന്നലെ അവരെ കൊണ്ടുപോയത്. അല്ലെങ്കിൽ സ്വന്തം മോനോടെങ്കിലും പറയണമായിരുന്നു. ഒരാളെ പോലും കൊണ്ടുപോയിട്ടില്ല പോയ ആൾക്കാരിൽ. അങ്ങനെ ചേച്ചി പറഞ്ഞ കളക്ടർ വന്ന് എല്ലാം തീരുമാനിക്കട്ടെ എന്ന്. ADM നേരിട്ടെത്തി കുടുംബാംഗങ്ങളുമായി ചർച്ച നടത്തി. ധനസഹായത്തിന്റെ ആദ്യ ഗഡു 6 ലക്ഷം രൂപ വേഗത്തിൽ കൈമാറും. കൂമന്റെ മക്കളിൽ ഒരാൾക്ക് സ്ഥിരം ജോലി നൽകാൻ സർക്കാരിന് ശുപാർശ ചെയ്യും. കടുവയെ പിടികൂടാനുള്ള നടപടികൾ സ്വീകരിക്കും തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ അംഗീകരിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത്. ആരും കൊണ്ടുപോയില്ല. ആങ്ങളെ പോയായിരുന്നു. അച്ഛനെ ഞങ്ങളെല്ലാരും നോക്കിക്കൊണ്ട് ഇപ്പൊ അതിനൊരു വഴിയില്ലോട്ട്. അച്ഛന് പെൻഷൻ കിട്ടുന്നതിനാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അച്ഛനില്ലാണ്ടായപ്പോ ഞങ്ങൾക്ക് ഒരു വഴിയിലുണ്ടായി. ജില്ലാ പഞ്ചായത്ത് സത്യപ്രതിജ്ഞ നടക്കുന്നതിനാലാണ് കലക്ടർക്ക് എത്താൻ കഴിയാത്തത്. 2 ദിവസത്തിനകം ഉന്നതിയിലെത്തുമെന്ന് ഉറപ്പു നൽകി. കടുവയെ എത്രയും വേഗം പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഞങ്ങളെല്ലാം തീരുമാനിച്ച് ഞങ്ങൾ പറഞ്ഞ കാര്യം അംഗീകരിച്ചിട്ട് മക്കൾ പോയിട്ടുമുണ്ട്. കടുവനെ എന്തായാലും പിടികൂടണമല്ലോ സാറേ. നമുക്കായാലും മക്കൾക്കായാലും ഭയം തന്നെയാണ്. നമ്മൾ ആദിവാസികൾക്കല്ല എല്ലാ ജനങ്ങൾക്കും ഇന്നും ഭയം തന്നെയാണ്. പ്രതിഷേധം കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹമാണ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നത്. 24 വയനാട്. പാലക്കാട് കാഞ്ഞിരപ്പുഴ വാഗോടിൽ കൂട്ടിലായ പുലിയെ ഉൾക്കാട്ടിൽ തുറന്നുവിട്ടു. ഇന്ന് പുലർച്ചെ ശിരുവാണി കേരളമേട് കാട്ടിലേക്കാണ് പുലിയെ വിട്ടത്. 4 വയസ്സുള്ള പുലിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് സ്ഥിരീകരിച്ചു. വാക്കോട് മേഖലയിൽ കാലങ്ങളായി ഭീതി പടർത്തിയ പുലിയാണ് ഇന്നലെ രാത്രി 10 മണിയോടെ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത്. നാട്ടുകാരുടെ നിരന്തര ആവശ്യത്തിന് പിന്നാലെയാണ് ദിവസങ്ങൾക്ക് മുൻപ് റബ്ബർ തോട്ടത്തിൽ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത്. രാത്രി 10 മണിയോടെ കൂട്ടിലകപ്പെട്ട പുലിയെ കാട്ടിൽ തുറന്നുവിടുന്നതിനെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചു. ശിരുവാണിക്കാട്ടിൽ തുറന്നുവിട്ടാൽ പുലി ജനവാസ മേഖലയിൽ തന്നെ തിരികെ എത്താൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇതോടെ പുലർച്ചെയാണ് പുലിയെ പ്രദേശത്തുനിന്ന് മാറ്റാൻ കഴിഞ്ഞത്. ശിരുവാണി കേരളമേട് കാട്ടിൽ തുറന്നുവിട്ട 4 വയസ്സുള്ള പുലിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. വരും ദിവസങ്ങളിലും വനംവകുപ്പ് നിരീക്ഷണം തുടരും. 24 പാലക്കാട്. 14 വർഷത്തിന് മുകളിൽ മോചനമില്ലാത്ത ജീവപര്യന്തം ശിക്ഷ വിധിക്കാൻ വിചാരണാ കോടതികൾക്ക് അധികാരമില്ലെന്ന് സുപ്രീം കോടതി. ഇളവില്ലാത്ത ജീവപര്യന്തം വിധിക്കാൻ ഭരണഘടനാ കോടതികൾക്ക് മാത്രമാണ് അധികാരം എന്നാണ് നിരീക്ഷണം. ജസ്റ്റിസ് A. അമാനുള്ള അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നിരീക്ഷണം. കൊലപാതക കേസുകളിൽ പ്രതികൾക്ക് 14 വർഷത്തിൽ കൂടുതൽ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കാൻ സെഷൻസ് കോടതികൾക്ക് അധികാരമില്ലെന്നാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന നിരീക്ഷണം. അപൂർവം കേസുകളിൽ 14 വർഷത്തിലധികമോ ജീവിതാന്ത്യം വരെയോ പ്രതിക്കിളവില്ലാത്ത ശിക്ഷ വിധിക്കാം. എന്നാൽ അത്തരം ജീവപര്യന്തം ശിക്ഷ വിധിക്കാൻ സെഷൻസ് കോടതിക്ക് അധികാരമില്ല എന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. അത് ഭരണഘടനാ കോടതികളുടെ അധികാരമാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. 5 മക്കളുടെ അമ്മയെ തീകൊളുത്തി കൊന്ന കേസിൽ കർണാടക സ്വദേശിയുടെ അപ്പീലിലാണ് കോടതിയുടെ ഇടപെടൽ. പ്രതിക്കെതിരെയുള്ള വിചാരണ കോടതി ശിക്ഷ ശരിവെച്ച കർണാടക ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി തള്ളി. ശിക്ഷ 14 വർഷത്തെ ജീവപര്യന്തമായി കുറച്ച കോടതി ഇളവിനായി അപേക്ഷ സമർപ്പിക്കാനും പ്രതിക്ക് അനുമതി നൽകി. കേസിൽ ക്രിമിനൽ നടപടിക്രമ ചട്ടത്തിലെ സെക്ഷൻ 428 പ്രകാരമുള്ള ഇളവിന്റെ ആനുകൂല്യം
പ്രതിക്ക് നൽകണോ എന്ന നിയമപ്രശ്നം മാത്രമാണ് പരിഗണിച്ചതെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. 24 ഡൽഹി. നോക്കാമിനി ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ കേരളീയ സദ്യയ്ക്ക് തുടക്കമായി. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് സദ്യ വിളമ്പുക. 5000 പേർക്ക് ഓരോ ദിവസവും സദ്യ വിളമ്പും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ ഭരണസമിതിയുടെ ആദ്യ യോഗത്തിലെ തീരുമാനമായിരുന്നു ശബരിമലയിൽ കേരളീയ സദ്യ നൽകുമെന്നത്. ഈ തീർത്ഥാടന കാലത്ത് തന്നെ സദ്യ ഒരുക്കുമെന്ന് പ്രസിഡന്റ് K. ജയകുമാർ പ്രഖ്യാപിച്ചെങ്കിലും അനിശ്ചിതത്വത്തെ തുടർന്ന് നീണ്ടുപോയി. ഒടുവിൽ പ്രശ്നം പരിഹരിച്ച് കേരളീയ സദ്യ നൽകി തുടങ്ങി. എക്സിക്യൂട്ടീവ് ഓഫീസർ OG ബിജു സദ്യയ്ക്ക് തുടക്കം കുറിച്ചു. ഭക്തജനങ്ങൾക്ക് ഏറ്റവും, അതായത് കേരളത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് മലയാള സദ്യയുടെ ഒരു രുചി കിട്ടുക എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിൻ്റെ കൂടി ആകയാൽ അത് അങ്ങേയറ്റം ഭക്തജനങ്ങൾ ഉൾക്കൊള്ളും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഇതിപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഭക്തജനങ്ങൾ ഇത് ഇന്ന് സ്വീകരിച്ചു തുടങ്ങിയിട്ടുള്ളത്. പ്രത്യേകം കരാർ നൽകിയാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. 24 സന്നിധാനം. അണ്ടർ 19 ഏഷ്യ കപ്പ് ഫൈനലിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ മികച്ച സ്കോറിലേക്ക് 2 വിക്കറ്റിന് 260 റൺസ് പിന്നിട്ടു. സമീർ മിൻഹാസ് സെഞ്ചുറി നേടി. 9ാം കിരീടത്തിൽ ഇന്ത്യ കണ്ണുവെക്കുമ്പോൾ 2ാം കപ്പാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം. ഈ റിപ്പോർട്ടോടെ 1 PM ന്യൂസിന്റെ സമയം ഇവിടെ പൂർത്തിയാവുന്നു.